വന്നിട്ട് ഇപ്പൊ എന്തിനാ? നിനക്ക് ബസ് വരാൻ എന്താ ധൃതി? സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ നിനക്ക് ഇത്രയും ശുഷ്കാന്തി ഉണ്ടായിരുന്നോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്ത്? നിനക്ക് പഠിക്കാൻ ഇത്രയും ശുഷ്കാന്തി ഉള്ള കാര്യം? പഠിക്കാനുള്ള ധൃതി കൊണ്ടൊന്നുമല്ല. എനിക്ക് ഈ ബാഗിന്റെ വെയിറ്റ് കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ബസ് വന്നാ പിന്നെ കേറി ഇരിക്കാലോ, അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചേനെ. ബസ്സിൽ കയറിയിട്ട് സീറ്റ് കിട്ടിയാ മതിയായിരുന്നു. ഇനിയിപ്പോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? അപ്പൊ ഐഡിയ ഉണ്ട്. സൂസ് നേരത്തെ കയറിയിട്ടുണ്ടാവും. എല്ലാ ബാഗും കൂടി അവളുടെ മടിയിൽ വെച്ച് കൊടുക്കാം. അവൾക്ക് അങ്ങനെങ്കിലും ഒരു പണി കൊടുക്കാം. എല്ലാ ബാഗും കൂടി അവളെ പിടിച്ചത് തന്നെ. ആ ബസ് കഴിഞ്ഞു, ഞാൻ ഫസ്റ്റ് കയറാം. പറ്റൂല, ഞാൻ കേറും. വേഗം കേറിക്കോ, ഇല്ലെങ്കിൽ നമ്മൾ തല്ലുടുമ്പത്തിന് അവൻ കേറും. ഹാവ്, ഭാഗ്യം, സീറ്റ് കിട്ടി. സൂസു മുന്നത്തെ സീറ്റിൽ തന്നെ കുറ്റിയടിച്ചിട്ടുണ്ടല്ലോ. അത് പിന്നെ ഇല്ലാതിരിക്കുവോ? ഭൂകമ്പം വന്നാല് അവളെ സ്കൂളിൽ വരും. അത് മാത്രല്ല, ബുക്കിന് തല ഉയർത്തൂല്ല. അത് ശരി, എന്റെ കുറ്റം പറയാലേ? കുറ്റൊന്നല്ലല്ലോ, ഉള്ളതന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ബൈ ദ ബൈ, നിങ്ങളെന്ന് മാത്സ് പഠിച്ചോ? ആ, തുടങ്ങി. മാത്സ് പഠിക്കാൻ പറഞ്ഞു. എപ്പോ? ഇന്ന് മാത്സ് എക്സാം ഉണ്ട്. ക്ലാസ്സിൽ വെറുതെ പഴം വേങ്ങി ഇരുന്നാ പോരാ, ക്ലാസ്സിലൊന്ന് ശ്രദ്ധിക്കൂടി വേണം. ഇന്നാലും എക്സാമിന്റെ കാര്യം എപ്പോഴാ ടീച്ചർ പറഞ്ഞത്? ഞാനും കേട്ടില്ല. അതെങ്ങനെ? ബെല്ലടിക്കണേന്റെ മുമ്പ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ എങ്ങനെ കേൾക്കാനാ? ഇനിയിപ്പോ എക്സാം നമ്മൾ എങ്ങനെ എഴുതുക? അല്ല, ഇപ്പൊ എല്ലാ എക്സാമും നീ പഠിച്ചിട്ടല്ല എഴുതല്. അതല്ല, ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ. ഇന്ന് ഫസ്റ്റ് പീരീഡ് തന്നെ മാത്സ് ആണ്. ഇന്നത്തെ കാര്യം പോയി. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിന് നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോ? ഇനിയിപ്പോ അതും എക്സാം ഉണ്ടോ? അത് എക്സാം അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. ആ, ബെസ്റ്റ്. ഇന്ന് ലീവ് എടുത്താൽ മതിയായിരുന്നു. എന്നാ പിന്നെ അവിടെ ഇരുന്ന് ഉമ്മാന്റെ അടി കൊള്ളണ്ടേരും. അതിനേക്കാ ഭേദം സ്കൂൾ തന്നെ. ആ, സ്കൂളെത്തി. ആ, ദുരന്തെത്തി. ഇന്നാണെങ്കിലും മാത്സ് ടീച്ചറിനെ കണ്ടോ? ഞാൻ കണ്ടില്ല. ഇന്ന് ടീച്ചർ ലീവ് ആയാ മതിയായിരുന്നു. ടീച്ചർ ലീവ് ഒന്നല്ല, ഞാൻ ടീച്ചറിനെ രാവിലെ കണ്ടു. ആ, ബെസ്റ്റ്. ടീച്ചറിനെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതെന്താ എന്റെ സമാധാനം ടീച്ചർ കയ്യിലേന്നോ? അതല്ല, ഇന്ന് എക്സാം നടത്താണ് പറഞ്ഞിട്ട് ഞാൻ മുഴുവനും പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ ആവൂലേ? അതല്ല, ഞാൻ അറിയായിട്ട് ചോദിക്കാണ്. വീട്ടിൽ പോയാലും നീ ബുക്കിന് തലെടുക്കാറില്ലേ? ആ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും ബുക്കിന് തലെടുക്കാറുണ്ട്. ആ, ബെസ്റ്റ്. അതെന്തായാലും നന്നായി. അപ്പോഴെങ്കിലും ബുക്കിന് തലെടുക്കണ്ടല്ലോ. ആ, ഇപ്പഴാ ഓർമ്മ വന്നത്. എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. എന്നാ മാഡം വേഗം ചെല്ല്, സമയം ഒട്ടും കളയണ്ട. ഇവൾ എന്തൊരു ജീവിയാ! പഠിക്കാന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. നിനക്ക് പിന്നെ തിന്നാനുള്ള വിചാരമുള്ളൂ. ഇക്കാ വിചാരെങ്കിലും ഉണ്ട്. എന്റെ വിചാരങ്ങളെ പറ്റി പറയാതിരിക്കണതാ നല്ലത്. അതൊക്കെ പോട്ടെ, ഇനി നമ്മൾ എക്സാമിന് എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ എക്സാമും നമ്മൾ പഠിച്ചിട്ടാണോ എഴുതാറ്? അല്ല, അതും ശരിയാണ്. അയ്യോ, ബെല്ലടിച്ച്, വേഗം പോവാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പൊ എല്ലാരും പരീക്ഷയ്ക്ക് റെഡിയല്ലേ? യെസ് ടീച്ചർ, ഐ ആം റെഡി. അപ്പൊ എന്നാ എല്ലാരും എക്സാം എഴുതാനുള്ള പേപ്പർ എടുത്തോളൂ. അയ്യോ, എന്റെ കയ്യിൽ പേപ്പർ ഇല്ല. എന്റെ അടുത്തും പേപ്പർ ഇല്ല. എന്താ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് പെറുപിറക്കണത്? അത് പിന്നെ ടീച്ചർ, ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ പേപ്പർ ഇല്ല. ഇതൊന്നും കൊണ്ടാതെയാണോ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്? മറന്നതാ ടീച്ചർ. ലഞ്ച് സ്നാക്ക് ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾ മറക്കില്ലല്ലോ. അത് പിന്നെ അത്യാവശ്യ സാധനല്ലേ ടീച്ചർ? അല്ല, പേപ്പറിനായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതിൽ എഴുതാനുള്ള എന്തെങ്കിലും പഠിച്ചുക്കണോ? തൽക്കാലം ആരെ കയ്യിലെങ്കിലും 2 പേപ്പർ ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് വാങ്ങിക്കോ.
ശരി ടീച്ചർ.